അതാ നല്ല ഉറക്കമാണ്. നമുക്കൊന്ന് പുറത്തോട്ടൊക്കെ പോയി. ഇവിടെ കുറച്ച് പുരാതനമായിട്ടൊരു പള്ളിയുണ്ട്. ആ പള്ളിയിലോട്ടാണ് വന്നത് നമ്മൾ. പള്ളിയിൽ നിന്നിട്ടുള്ള ഒരു ഞാൻ അങ്ങനെയൊന്നുമില്ല, വെറുതെ ഇങ്ങനെ നോക്കിയത്. ഇത് എൻ്റെ കസിനാണ്, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, കസിനാണ് പുള്ളി. നമുക്ക് ഇവിടെ തുഴയാം. കേരളത്തിലെ ഏറ്റവും വലിയ ട്രെയിൻ ആക്സിഡൻറ്റ് നടന്ന ഒരു പാലത്തിലോട്ട് നമ്മൾ പോകാൻ പോകണേ. അത് 1988 ജൂലൈ. ടക്കെന്നൊരു ഓർമ്മ പറഞ്ഞു. നോക്കട്ടെ. ഫ്രണ്ട്സ്, എം ജെ വ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കഴിഞ്ഞ തവണ വന്നില്ലേ മൺട്രോ തുരുത്ത്, അവിടെയാണ് വന്നിരിക്കുന്നത്. നമുക്കിന്ന് കുറച്ച് അടിച്ചു പൊളിച്ച് ക്യാമ്പ് ഫയറും പിന്നെ ഗ്രില്ലൊക്കെ ചെയ്ത് നമുക്ക് അടിച്ചു പൊളിക്കാം. അതും കഴിഞ്ഞ് പിന്നെ നമുക്ക് ബോട്ടിംഗ് ഉണ്ട്. ബോട്ടിംഗ് ഒക്കെ നാളെ രാവിലെ ആവാം. ഇന്ന് ഭയങ്കര ഇതായി, രാത്രിയാണ്. ഇപ്പം രാത്രിയായി. ഇവിടെ എത്തിയിട്ട് റൂമൊക്കെയാണിത്. നല്ല നല്ല സൗകര്യമുള്ള റൂമാണ്. ഞാൻ അതൊക്കെ വിശദീകരിച്ച് കാണിച്ചു തരാം. റൂമും കാര്യങ്ങളൊക്കെ ഇവിടെ നല്ല റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല അപ്പോഴത്തേക്കും ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. രാത്രിയായി, പുറത്ത് നല്ല ഇരുട്ടാണ്. ഇപ്പോൾ ഏകദേശം ടൈം ഒരു 11:15 ആയിട്ടുണ്ടാവും. ആ സമയത്ത് നമ്മൾ ക്യാമ്പ് ഫയർ ചെയ്യാൻ വേണ്ടിയിട്ട് സംഭവങ്ങളൊക്കെ ഒന്ന് തട്ടിക്കൂട്ടി വെക്കുവായിരുന്നു. അതിൻ്റെ ഒരു തിരക്കിലൊക്കെ ആയിരുന്നു. ക്യാമ്പ് ഫയറൊക്കെ സെറ്റായി. പിന്നെ അങ്ങോട്ട് ഡാൻസും പാട്ടൊക്കെ ആയിരുന്നു. കുറേ നേരം ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 1.5 മണിക്കൂർ അടുപ്പിച്ച് ഇതിൻ്റെ ബാക്കിൽ തന്നെ ആയിരുന്നു. പിന്നെ ന്യൂ ഇയർ ടൈം ആയപ്പോഴത്തേക്കും ഭയങ്കര ആഘോഷം. നമ്മൾ പടക്കൊക്കെ പൊട്ടിച്ച് വിളിയും ബഹളവും എല്ലാം കഴിഞ്ഞ് പിന്നെ രാത്രി ഒരു 1:30 കഴിഞ്ഞതിന് ശേഷമാണ് ഫുഡൊക്കെ കഴിച്ചത്. ഫുഡെന്ന് വെച്ചാൽ മറ്റേ ഗ്രില്ല് ചിക്കനും പിന്നെന്ത് ചപ്പാത്തിയൊക്കെ ആയിരുന്നു ഫുഡ്. നന്നായിട്ട് കഴിച്ച് കിടന്ന് ഉറങ്ങി. രാവിലെ എണീറ്റതാ. എന്താ പറയുക, എല്ലാവരും ഉറക്കം. അതാ നല്ല ഉറക്കമാണ്. നമുക്കൊന്ന് പുറത്തോട്ടൊക്കെ പോയി കാണിച്ചു തരാം. ഇതെൻ്റെ കസിൻ ഷമീർ. പിന്നെ ഇന്നലെ നമ്മൾ ക്യാമ്പ് ഫയർ ചെയ്തെന്ന് പറഞ്ഞില്ലേ, അതാണ് ആ സ്ഥലം. പിന്നെ നമ്മൾ നിന്ന റൂം ഇതാണ്. 2 റൂമുണ്ട് ഇവിടെ. ഇത് അവരുടെ വീടാണ്. നമ്മൾ ഈ റൂം തന്നിരിക്കുന്ന ആളുടെ വീടാണ്. ഇവിടേക്ക് നമ്മൾ ഫുഡ് കഴിച്ചു. നമ്മുടെ റൂം ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു തരാം കേട്ടോ. റൂം കാണിച്ചു തരാം. ഫുള്ള് അലങ്കോലമായിട്ട് കിടക്കുക. നമ്മളെല്ലാം ബെഡ്, ഇത് ജസ്റ്റ് ഡ്രസ്സൊക്കെ മാറാൻ പറ്റുന്നൊരു ഏരിയ. ഇത് ബാത്റൂം കാണിച്ചു തരാം.
സൂപ്പർ ബാർ, ഒരു കുഴപ്പമില്ല, പെർഫെക്റ്റ്, നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. രാവിലെ തന്നെ ഫുഡൊക്കെ കഴിഞ്ഞ് ഇറങ്ങി ഡ്രസ്സൊക്കെ മാറി റെഡിയായി ഇറങ്ങിയത് ഒരു പുരാതനമായിട്ടൊരു പള്ളി ഉണ്ടായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാരുണ്ടാക്കിയതാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ ഇറങ്ങി വന്നു. അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആയിരുന്നു, വെയിലൊന്നും ഇല്ല വലുതായിട്ട്. വെയിലുണ്ടെങ്കിൽ തന്നെ വലിയ ചൂടില്ല, അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആയിരുന്നു. ഇവിടെ ഉള്ള പള്ളി എന്ന് പറയുന്നത് ഏകദേശം 1878 ബ്രിട്ടീഷുകാരുണ്ടാക്കിയ പള്ളിയാണ്. ഈ ബാക്ക് കാണുന്ന ഈ ഒരു പള്ളിയാണ്. അത് ഞാൻ അങ്ങോട്ട് പോയിട്ട് വ്യക്തമായിട്ട് കാണിച്ചു തരാം. 1978 ബ്രിട്ടീഷുകാരുണ്ടാക്കിയ പള്ളിയാണ്. ഇപ്പോഴും അതേപോലെ നിപ്പുണ്ട്. പിന്നെ അത് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ അത് ഓപ്പൺ ചെയ്യുള്ളൂ കേട്ടോ. ഇത് ഓപ്പൺ ചെയ്തുള്ളൂ. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഹിന്ദുക്കളാണ് ഇതിനെ ഇപ്പോൾ കാര്യം എല്ലാം നോക്കുന്നത്, എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഹിന്ദുക്കളാണ്. നല്ല വെയിലപ്പം കണ്ണാടി എടുത്ത് വെച്ച് ഒരു രക്ഷയല്ല പൊളി. ഞാൻ അങ്ങനെയൊന്നുമില്ല, വെറുതെ ഇങ്ങനെ നോക്കിയത്. ഇത് എൻ്റെ കസിനാണ്, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, കസിനാണ്. പുള്ളി നമുക്ക് ഇവിടെ തുഴയാൻ വേണ്ടിയിട്ട് മടലൊക്കെ എടുത്തോണ്ട് വന്നിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞ് നമ്മൾ ബോട്ടിങ്ങിന് പോകും കേട്ടോ. നമുക്ക് കുറച്ച് നല്ല രീതിയിലൊക്കെ ബോട്ടിങ്ങിന് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളെ റിസോർട്ടിലുള്ള ഹോം സ്റ്റേയിലെ പയ്യാണ്. പുള്ളി നമ്മളെ കൊണ്ടുപോകാനൊക്കെ പറഞ്ഞു അടിപൊളിയായിട്ട്. അതൊക്കെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, ഞാൻ സൂപ്പറായിട്ട് കാണിച്ചു തരാൻ പറ്റും. ഇത് സംഭവം കണ്ടോ, ഈ മരം കണ്ടോ? ഈ മരം എന്ന് വെച്ചാൽ മറ്റേ ഒതളങ്ങയില്ലേ, ഒതളങ്ങ, ആ സംഭവമാണ് അത്. എനിക്കിത് സൂം ചെയ്താൽ എത്രത്തോളം കിട്ടും എന്നറിയില്ല. അതാ കണ്ടോ, ഇതാണ് സംഭവം. കാണാൻ പറ്റുന്നുണ്ടോ എന്തോ. ആവട്ടെ, അടുത്തോട്ട് പോയി കാണിച്ചു തരാം. ആഹാ, സൂപ്പറായിരിക്കുന്നല്ലോ. ഇതിനകത്ത് ഇത് ഉതളങ്ങയുടെ മരമാണ്. ഇതൊക്കെ ഇവിടെയൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ വെള്ളം വന്നിട്ട് ഇന്നലെ ചളി പിടിച്ച് കിടക്കുക വേണ്ടിയിട്ട്. വയലിൻ്റെ സൈഡല്ലേ. ഇതിപ്പോൾ നമ്മളെങ്ങോട്ടാണ് പോകുന്നതിന്? നമ്മളിനി പോകാൻ പോകുന്നത് പെരുവൺ പാലം. പെരുവൺ പാലം ഏകദേശം ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും. കേരളത്തിലെ ഏറ്റവും വലിയ ട്രെയിൻ ആക്സിഡൻറ്റ് നടന്ന ഒരു പാലത്തിലോട്ട് നമ്മൾ പോകാൻ പോകണേ. അത് 1988 ജൂലൈ 8 ബാംഗ്ലൂരിലേക്കുള്ള ഐലൻഡ് എക്സ്പ്രസ് പാളം തെറ്റി അഷ്ടമുടിക്കായലിലേക്ക് വീണ് ഇടയ്ക്ക് മുമ്പ് നല്ല വാർത്തയൊക്കെ ഉണ്ടായിരുന്നു. 100 പരം ആൾക്കാർ മരണപ്പെട്ട ഒരു സംഭവമാണ്. ആ പാലം നമ്മൾ കാണാൻ പോകും. അതിപ്പോഴും പൊളിഞ്ഞടക്കുകയല്ലേ? അല്ലല്ലോ, പാലത്തിൽ ട്രെയിൻ സർവീസ് എല്ലാം ഉണ്ടല്ലോ. അന്ന് അത് എങ്ങനെ സംഭവിച്ചു എന്ന് ഇപ്പോഴും ആർക്കും അറിയത്തില്ല. അത് റെയിൽവേയുടെ ഭാഗത്ത് എന്ന് പറഞ്ഞത് എന്തോ ടൊർണാഡോ പെട്ടെന്ന് രൂപപ്പെട്ടു, അത് കാരണമെന്നാണ്. പക്ഷേ നാട്ടുകാരുടെ അഭിപ്രായം ഇവിടെ അന്ന് പാലത്ത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, എന്തോ അബദ്ധം പറ്റിയതാണെന്നാണ് പറയുന്നത്. എങ്കിലും നമുക്കറിയില്ല, ഒഫീഷ്യലി അങ്ങനൊന്നും വന്നിട്ടുമില്ല. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ പുരാതനമായ ഒരു പാലത്തിലാണ് പുരാതനമായ ഒരു സംഭവം നടന്ന ചരിത്രപരമായ ഒരു ഇച്ചിരി പ്രാധാന്യമുള്ള സ്ഥലത്തൊക്കെയാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഓക്കെ, സത്യം പറഞ്ഞാൽ ഇത്രയും നേരം നല്ല തളർന്നു വരുമായിരുന്നു, നടന്ന് തളർന്നു വരുമായിരുന്നു. ഇപ്പോൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കും കാറ്റൊക്കെ അടിച്ചപ്പോൾ നല്ലൊരു വല്ലാത്തൊരു ഉന്മേഷവും നല്ലൊരു
ആൾക്കാരൊക്കെ. അപ്പം നമ്മൾ ബോട്ടിങ്ങിന് പോകണം. വൈകിട്ട് 4:30 മണിയായി. 4:30 മണിക്ക് നമുക്ക് ബോട്ടിങ്. അപ്പോൾ ആ വെള്ളത്തിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. വെള്ളം കൊണ്ടുവരാൻ പോകും. തലയൊക്കെ വായിക്കോ. കുനിയേണ്ടില്ല, എനിക്ക് പൊക്കമില്ല. എന്നാലും നോക്കിക്കോ. തല ടക്കെന്ന് അടിക്കുമ്പോഴേക്കും ഓർമ്മ പറഞ്ഞു. നോക്കട്ടെ. കൊള്ളാം, കുഴപ്പമില്ല. ഒന്നും പറ്റിയില്ല. അത് പറ്റില്ല. നിന്നെ കാണിക്കണില്ല അവിടെ. നീ അവിടെ ഇരുന്ന് തൊഴ. ഇതാ എവനാണ് കിടന്ന് കഷ്ടപ്പെടുന്നത് കണ്ടോ എന്ന് വിചാരിക്കുന്നു. പക്ഷെ ബാക്കിൽ ഒരാൾ തുഴയണുണ്ട്. മാസ്ക് മാറ്റാം. കണ്ടല്ലോ ആരും. സുന്ദരനും സുമുഖനുമായ ചില പേര് കിട്ടിയപ്പോ പോവാണെന്ന്. നിങ്ങൾക്ക് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. അതാണ് ആ സൈഡിലോട്ട് ചെയ്യണത്. നീ തള്ളി മറിക്കുവാണല്ലോ. ഞാൻ അത്ര നല്ല വെയിറ്റ്. അല്ല തിരിച്ചാക്കുമ്പോൾ കുറച്ച് അല്ല നീ കുഴപ്പമില്ല. തിരിച്ച് അതാണോ പറഞ്ഞത്? അതാ ഞാൻ പറഞ്ഞപ്പോ എന്നെ കാണിക്കും എല്ലാരും. നമ്മളത് മെയിൻ സ്ഥലങ്ങളിലോട്ട് എൻട്രി ചെയ്തു കേട്ടോ. സൂപ്പറായിരിക്കും. നല്ല നമ്മൾ അന്ന് വന്നതിനേക്കാൾ കുറച്ചുകൂടെയൊക്കെ നല്ല കുറേ എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതാ എത്രയും ഉണ്ടല്ലോ. അത്യാവശ്യം നല്ല പോലെ തിരക്കുണ്ട് കേട്ടോ. ഇന്ന് ന്യൂ ഇയർ ആയതുകൊണ്ടായിരിക്കാം നല്ല തിരക്കുണ്ട്. പിന്നെ അതുപോലെ ഈ കാറ്റടിച്ചിട്ട് നല്ല തിര ഉണ്ട്. തിര പോലെ കായലാണ് സാധാരണ തിര കാണാറില്ല. നല്ല തിര ഉള്ള പോലത്തെ ഒരു ഫീലുണ്ട്. വെള്ളമൊക്കെ കിടന്ന് ആടുന്നുണ്ടായിരുന്നു. അതിന്